നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന വേളയിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒരു തിരിഞ്ഞു നോട്ടം നല്ലതായിരിക്കും. നമ്മിൽ പലരും ഇന്ന് ഉണർന്നത് തന്നെ നിരവധി ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങൾ, തളർത്തുന്ന കുറേയധികം വാക്കുകൾ, നമ്മെ അസ്വാരസ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില വ്യക്തികളുടെ മുഖങ്ങൾ, കുടുംബത്തിലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി ആശങ്കകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ കരിമേഘ പടലങ്ങൾ എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് അത് പറഞ്ഞു വെക്കാം. ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആകാശത്ത് കറുത്ത ഇരുണ്ട മേഘങ്ങൾ കൂടുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ നിശ്ചലമായിരിക്കുന്ന വേളയിൽ പല പക്ഷികളും സുരക്ഷിതമായ കൂടുകളിലേക്ക് ഭയന്നോടാറുണ്ട്, അല്ലെങ്കിൽ അഭയം തേടാറുണ്ട്. പക്ഷേ ആ കൊടുങ്കാറ്റിനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ഒരൊറ്റ പക്ഷി മാത്രം മേഘങ്ങളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ചിറകടിച്ച് പയന്നു. അത് പരുന്താണ്. ആ പക്ഷിക്ക് ചിറക് വേദനിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ കാറ്റ് പ്രതികൂലമായി വീശാഞ്ഞിട്ടോ അല്ല, മറിച്ച് മഴത്തുള്ളികൾക്ക് തന്നെ നനയിക്കാൻ കഴിയാത്ത ഒരിടം മേഘങ്ങൾക്ക് മുകളിലുണ്ട് എന്ന് ആ പക്ഷിക്ക് നല്ലതുപോലെ ഉറപ്പുള്ളതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങളെ തകർക്കാൻ വരുന്ന ഓരോ പ്രതിസന്ധിയും സത്യത്തിൽ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ചിറകുകളുടെ കരുത്ത് നിങ്ങൾക്ക് തന്നെ കാട്ടിത്തരാനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഈ വീഴുന്നതല്ല പരാജയം എന്നുള്ള തിരിച്ചറിവും, നേരെ മറിച്ച് വീണിടത്ത് കിടക്കുന്നതാണ് പരാജയം എന്ന തിരിച്ചറിവ് നമുക്ക് അനിവാര്യവുമാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ച് തളർച്ചയെ ദൂരെ എറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഈ ദിവസത്തിലേക്ക് കടക്കാം. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ. പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഓഫീസിൽ അല്പസമയത്തിനകം മോദിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. വ്യാപാരം, സുരക്ഷാ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇന്ത്യയും മലേഷ്യയും ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമെന്ന് ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ മോദി. മലേഷ്യയിൽ ഒരു കോൺസുലേറ്റ് കൂടി തുറക്കുമെന്നും പ്രധാനമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര് തുടരുന്നതിനിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് സമസ്ത വേദിയിൽ. പങ്കെടുക്കുന്നത് സമസ്തയുടെ 100ാം വാർഷിക വേദിയിൽ. സമാപന സമ്മേളനം ഈജിപ്ത് അൽ അസർ സർവകലാശാല റക്ടർ സലാമ ജുമു അലി ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സഹപ്രവർത്തകയിലേക്കും ആൺ സുഹൃത്തിലേക്കും. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന സ്പാ ഉടമ ഡോക്ടർ സഞ്ജയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങി. മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. രാത്രി തന്നെ പോലീസ് രാജുവിന്റെ വീട്ടിലെത്തി. കാർ കണ്ടെത്താൻ കഴിയാത്തത് സാങ്കേതിക കാരണങ്ങൾ മൂലമെന്നും റിപ്പോർട്ട്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ തോൽപ്പിച്ചത് 29 റൺസിന്. ഇന്ത്യക്ക് കരുത്തായത് നായകൻ സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറി. മുഹമ്മദ് സിറാജിന് 3 വിക്കറ്റ്. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ ഏറ്റുമുട്ടുക കേരളവും സർവീസസും. മത്സരം ഉച്ചയ്ക്ക് 1 മണി മുതൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വലിയ ചുവടുവയ്പായാണ് സന്ദർശനത്തെ വിലയിരുത്തുന്നത്. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക കരാറുകളിൽ ഇന്ത്യയും മലേഷ്യയും ഒപ്പുവയ്ക്കും. ഉഭയകക്ഷി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും സാങ്കേതികവിദ്യ കൈമാറുന്നതിനും ഇരു നേതാക്കളും ചർച്ചകൾ നടത്തും. മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദിക്ക് മലേഷ്യയുടെ ഔദ്യോഗിക ആചാരപരമായ വരവേൽപ്പും നൽകും. മണിയൻ പിള്ള രാജുവിന്റെ കാർ ഇടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക് പറ്റിയ സംഭവത്തിൽ പോലീസിന് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. രാത്രി തന്നെ വാഹനവും ഡ്രൈവറെയും തിരിച്ചറിഞ്ഞു. 2 തവണ മണിയൻ പിള്ളയുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഈ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നത് പോലീസിന് വീഴ്ചകളൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്?
ലിജിൻ, ഗുഡ് മോർണിംഗ്. ഈ മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വാഹനം ഒരു ബൈക്കിലിടിച്ച് ബുള്ളറ്റിലിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വാഹനം നിർത്താതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വന്നൊരു കാര്യം. വാഹനം നിർത്താതെയും അപകടം ഉണ്ടായ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാതെയും അദ്ദേഹം പോയി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പരിശോധനകളടക്കം മെഡിക്കൽ പരിശോധനകളടക്കം അന്ന് പൂർത്തീകരിക്കാതെ പോലീസ് വീഴ്ച വരുത്തി എന്നതായിരുന്നു ഏറ്റവും വലിയ ആരോപണവും ആക്ഷേപവുമായി ഉയർന്നത്. അതിനെ തുടർന്നാണ് പരിശോധനകളടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ പരിശോധനയടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ ബോധപൂർവമായ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സൂചിപ്പിക്കുന്നത്. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ കൺട്രോൾ റൂമിൽ നിന്നുള്ള വാഹനം അവിടേക്ക് എത്തുകയും അപകടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടി അവിടേക്ക് എത്തി. അവർ ഈ അപകടം പറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനാണ് ആദ്യം പ്രാമുഖ്യം നൽകിയത്. അതിനുശേഷമാണ് വാഹനം നമ്പർ നോക്കിക്കൊണ്ട് വാഹനം കണ്ടെത്തുകയും അത് മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ വാഹനം ഓടിച്ചിരുന്നത് മണിയമ്പിള്ള രാജുവാണ് തിരിച്ചറിയുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ സംഘം എത്തുകയും ഫോണിൽ എത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ വീട്ടിൽ അദ്ദേഹത്തെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. 2 തവണ ഈ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധന നടത്തുകയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഈ ഫോണിൽ മണിയമ്പിള്ള രാജു ഈ അന്വേഷണ സംഘത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാരുമോ വിളിച്ചതായും സൂചനകളില്ല എന്ന കാര്യം കൂടി ഈ അന്വേഷണ സംഘം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ബോധപൂർവമായ ഒരു വീഴ്ച ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം തന്നെ ഈ അന്വേഷണ സംഘം അവിടെ എത്തുകയും ഈ വാഹനവും ഒപ്പം തന്നെ മണിയമ്പിള്ള രാജുവും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വകുപ്പ് തല അന്വേഷണം അടക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. DCP വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ കൂടി ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. DCP വിനോദിൽ നിന്നും അന്വേഷണം മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തുതന്നെയായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ എന്തായാലും മണിയമ്പിള്ള രാജുവിന്റെ കാർ ഇടിച്ച് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മലേഷ്യയുടെ ഔദ്യോഗിക ആചാരപരമായ വരവേൽപ്പ് നൽകുകയാണ് ആ ദൃശ്യം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി മലേഷ്യയിലെത്തിയത്. നിരവധി നിർണായകമായ ചർച്ചകളൊക്കെ തന്നെ ഇന്ന് ഉണ്ടാകും. മറ്റു വാർത്തകൾ നോക്കാം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന സൂചന. 1-ാം പ്രതി മരണ സുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. 4 പേരാണ് ഒളിവിലുള്ളത്. ക്രൂരപീഡനത്തിൽ സ്പായിലെ സഹപ്രവർത്തകയുടെ പങ്കും അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കണ്ണൻ ദേവ് ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതികൾ സംസ്ഥാനം വിട്ടു എന്നുള്ള സൂചനയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിക്കുകയാണോ?
ലിജിൻ, കഴിഞ്ഞ ഈ 2-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പ്രധാന പ്രതിയായ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ, അതുപോലെ ബെർലിൻ ഡസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ബാക്കി പ്രതികൾ, ഏതാണ്ട് 5ഓളം പ്രതികൾ നേരിട്ട് പങ്കെടുത്ത് ആ സമയത്തുണ്ടായിരുന്ന ഈ എഫ്ഐആറിൽ പറയുന്ന 5ഓളം പ്രതികളെ പിടികൂടാനുണ്ടായിരുന്നു. ഇവരാണ് ഇപ്പോൾ സംസ്ഥാനം വിട്ടതായുള്ള സൂചനയുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുണ്ട്. എന്നാൽ പോലീസിന് പിടികൊടുക്കാതെ ഇവർ സംസ്ഥാനം വിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നേരത്തെ തന്നെ ഈ കേസിൽ പോലീസും ഗുണ്ടാബന്ധവും തമ്മിൽ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും ഈ കേസിൽ വളരെ ആദ്യം തന്നെ പോലീസിന് ഇടപെടാൻ സാധിച്ചുവെന്നും ഒരു പരാതി പോലും ലഭിക്കാതെയാണ് ഈ കേസിൽ പോലീസ് ഇടപെട്ട് ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നുമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ഗുണ്ടാബന്ധം ആരോപിക്കുന്ന ചില പോലീസുകാർ തിരുവല്ലയിലുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ളവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഏതായാലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കായി സംസ്ഥാനം വിട്ടും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങൾ, അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രതികളെ എത്രയും വേഗം ഈ പ്രതികളെ പിടിക്കാനാണ് പോലീസും ശ്രമിക്കുന്നത്. ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ തിരുവല്ലയിലെ സ്പായിൽ ഇത്തരത്തിലൊരു ക്രൂര പീഡനം അരങ്ങേറിയത്. അതിനുശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ഇത് ഗുണ്ടാപിരിവാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതല്ല, ഇത് മറ്റൊരു സ്പാ ഉടമ തന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയതാണ് എന്നൊരു വിവരം കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ സ്പായുടെ ഉടമ നൽകിയത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതൽ ഗൗരവമായി തന്നെ പോലീസും എടുത്തിട്ടുണ്ട്. ലിജൻ, ശരി, എന്തായാലും തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് തിരയുന്നുണ്ട്. എന്തായാലും ഇവർ സംസ്ഥാനം വിട്ടു എന്നുള്ള സൂചന പോലീസിന് ലഭിക്കുകയാണ്. കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങും. കളമശ്ശേരി ശ്മശാനത്തിൽ മതപരമായ ചടങ്ങുകളോടെയായിരിക്കും സംസ്കാരം നടക്കുക. AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ കോടതിയുടെ ഇടപെടലടക്കം നടന്ന സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ഇതാ സംസ്കാര ചടങ്ങുകൾ നടക്കും. എപ്പോഴായിരിക്കും ഈ മറ്റ് നടപടിക്രമങ്ങൾ? ലിജിൻ, 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഇത് സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ച എന്ന ഒരു വലിയ ആരോപണം നേരിട്ട ഒരു സംഭവമാണ് സൂരജ് ലാമയുടെ മരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിദേശത്തു നിന്നും നാടുകടത്തുകയും അദ്ദേഹം കൊച്ചിയിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. അദ്ദേഹം കൊച്ചിയിൽ എത്തുകയും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്ത ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനാണ് സാൻഡൻ ലാമയാണ് അദ്ദേഹത്തെ അന്വേഷിച്ച് കൊച്ചിയിലെത്തുകയും ഈ രീതിയിൽ വലിയ അന്വേഷണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിലൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊന്നും വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല, ഒടുവിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് ശേഷമാണ് ഒരു അന്വേഷണം തന്നെ കൃത്യമായി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരിയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം DNA പരിശോധന ഫലം, അത് 1 മാസം പഴകിയ മൃതദേഹമായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലം ആവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് DNA പരിശോധനാ ഫലം വന്നത്. അങ്ങനെയാണ് അത് സൂരജ് ലാമയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. കൊച്ചി കളമശ്ശേരി ശ്മശാനത്തിൽ തന്നെയായിരിക്കും മതപരമായ ചടങ്ങുകളോടെ സംസ്കാര ചടങ്ങുകൾ എല്ലാം നടക്കുക. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അത് അടുത്ത ദിവസം ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം പോലീസിനും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിക്കും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ട ആളായിരുന്നു സൂരജ് ലാമ. അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും കരുതൽ തടങ്കലിലാക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സംവിധാനത്തിലേക്ക് മാറ്റണമെന്നൊരു
എന്നുള്ളൊരു നിയമം കൂടിയുണ്ട്. ആ കാര്യത്തിലൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാർ സംവിധാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശരി അശ്വത്, എന്തായാലും കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു സൂരജ് ലാമ കൊച്ചിയിലെത്തുന്നതും അന്ന് തന്നെ അദ്ദേഹം മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് പിന്നീട് ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല സിസ്റ്റത്തിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര് തുടരുന്നതിനിടയിൽ മുഖ്യമന്ത്രി ഇന്ന് സമസ്ത വേദിയിലെത്തും. കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം ഈജിപ്ത് അൽ-അസർ സർവകലാശാല റക്ടർ സലാമ ജുമു അലി ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ വിവിധ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്നതാ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു വേദിയിൽ എത്തുകയാണ്. നിജിൻ, 4 ദിവസങ്ങളിലായി നീണ്ട ചർച്ചകൾ, അതുപോലെ തന്നെ സംവാദം, ആത്മീയ പരിപാടികൾ, ആത്മീയ സദസ്സ് എന്നിവയോടുകൂടിയാണ് സമസ്തയുടെ ഈ ഒരു 100ാം വാർഷിക സമ്മേളനം സമാപിക്കുന്നത്. അതിനിടയിൽ ശ്രദ്ധേയമായ ചില പ്രമേയങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മതരാഷ്ട്രവാദം അത് അപകടകരമെന്ന് ഇത് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ചർച്ചയായി മാറി. ഈ ഒരു പ്രമേയം സമസ്തയുടെ വേദിയിൽ അവതരിപ്പിച്ചത് അത്തരം ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കൂട്ടുകൂടുക ഇത് അപകടകരമെന്നാണ് സമസ്ത പ്രമേയം വ്യക്തമാക്കിയത്. ഇതോടുകൂടിയാണ് UDF പിന്തുണ സ്വീകരിക്കും, ഇവർ ഇത് രാഷ്ട്രീയപരമായി പിന്തുണ നൽകിയാൽ വോട്ട് നേടും എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ എന്നത് കഴിഞ്ഞ ഒരു ദിവസം മുൻപായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ്. അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ മുറുകി വരുന്നതിനിടയിലാണ് ഈ സമസ്ത പ്രമേയം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതോടുകൂടി അത് കത്തിക്കാളുന്ന ഒരു വിഷയമായി മാറി. ഇപ്പോൾ അത് ഏത് രീതിയിൽ UDF-നെ ബാധിക്കുമെന്ന ഒരു ആശങ്കയാണ് വരുത്തിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് കൃത്യമായ മറുപടി അതിന് എന്തായാലും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ ഒരേ വേദിയിലെത്തുന്നു, സമസ്തയുടെ ഒരേ വേദിയിലെത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ ദിവസവും തന്നെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ പരസ്പരം പഴിച്ചായിരുന്നു. ഇന്ന് എന്തായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ ജാഥകളും യാത്രകളും വളരെ പ്രധാനമാണ്. അങ്ങനെ ജോസ് കെ മാണി MP ക്യാപ്റ്റനായുള്ള LDF-ന്റെ മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്നലെ ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇന്ന് പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ജാഥയുടെ പര്യടനം. രാവിലെ കോട്ടയം ബസേലിയസ് കോളേജിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുമായി ജാഥ ക്യാപ്റ്റനും അംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. ഇടത് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജാഥയിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും UDF-നെതിരെയും രൂക്ഷ വിമർശനവും ഉയർത്തുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF-ന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് തുടരുകയാണ്. ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ജാഥ. കൊയിലാണ്ടി, എലത്തൂർ, കുന്ദമംഗലം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് എന്നീ ഭാഗങ്ങളിലാണ് ഇന്ന് ജാഥ നടക്കുക. മുതലക്കുളം മൈതാനിയിൽ സമാപിക്കും. ചൊവ്വാഴ്ച ബേപ്പൂരിലെ ഫറോക്ക് പൂതേരി മൈതാനത്തെ സ്വീകരണത്തിന് ശേഷം ജാഥ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായുള്ള LDF-ന്റെ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്നലെ ചേർത്തല, മങ്കൊമ്പ്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇന്ന് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുമായി ജാഥ ക്യാപ്റ്റനും അംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജാഥ കടന്നുപോകുന്നത്. 131ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ നദീതടത്തിൽ ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 8 ദിവസം നീളുന്നതാണ് ആത്മീയ സംഗമം. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സീനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറോ പ്രസംഗിക്കും. റവറൻ മോളോ വിൻസൻ, മെസവാൻഡിലെ ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് എന്നിവരാണ് ഈ വർഷത്തെ മുഖ്യ പ്രസംഗകർ.
റഷ്യയിലെ ഉഫായിൽ 4 ഇന്ത്യൻ വിദ്യാർത്ഥിനികൾക്ക് കുത്തേറ്റു. മെഡിക്കൽ സർവകലാശാല ഹോസ്റ്റലിലാണ് ആക്രമണം നടന്നത്. 2 പോലീസുകാർക്കും പരിക്കേറ്റു. ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്ന 15 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകിയതായി റഷ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. അക്രമിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റഷ്യൻ പോലീസ് വ്യക്തമാക്കുന്നത്. കീഴ്പ്പെടുത്തുന്നതിനിടെ അക്രമി സ്വയം പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ഭാഗമായ വസ്തുവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ വിപിൻ പാറമേക്കാട്ടിൽ. ടാണവിലെ പഴയ ജയിൽ, CI ഓഫീസ് എന്നിവ നിൽക്കുന്ന സ്ഥലം സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ദേവസ്വം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. വിപിൻ പാറമേക്കാട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് നിർണായക ഇടപെടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭൂമിയാണ് കാലങ്ങളായി ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട സ്വദേശിയും BJP സൗത്ത് ജില്ലാ സെക്രട്ടറിയുമായ വിപിൻ പാറമേക്കാട്ടിൽ നൽകിയ പരാതി പരിഗണിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസ് പരിഗണിച്ച കോടതി 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ട് 28 വകുപ്പ് പ്രകാരം വിഷയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം അധികൃതർ ചർച്ച നടത്തിയ ശേഷം തീരുമാനം വേണ്ടി വന്നാൽ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു. 1840 കൊച്ചി രാജാവ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ദേവസ്വത്തിന്റെ സ്ഥലത്ത് അനുമതി നൽകിയതാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ജയിലും മാറ്റി സ്ഥാപിച്ചതിനാൽ ഭൂമി ദേവസ്വത്തിന് തിരികെ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പുറമ്പോക്കായി. ദേവസ്വത്തിൻ്റെ ഒരു സ്ഥലം പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ കളക്ടർ അടക്കമുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ചർച്ചയായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് വളരെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങളെ കളക്ടർ വിളിച്ചില്ല. അതായത് കളക്ടറുടെ അധികാരം ശരിവെക്കുന്ന രീതിയിൽ കളക്ടർക്ക് യാതൊരു അധികാരമില്ല ഈ ഭൂമി പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്. ദേവസ്വം ഭൂമിയാണ്. ദേവസ്വത്തിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും 2024 ഓഗസ്റ്റിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ ഭൂമി പുറമ്പോക്കിനത്തിൽപ്പെടുത്തി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ഈ ഉത്തരവിറക്കുമ്പോൾ ദേവസ്വം കമ്മിറ്റിയെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ തലത്തിൽ ദേവസ്വം കമ്മിറ്റിയുമായി കാലങ്ങളായി നടത്തിയ കത്തിടപാടുകളിൽ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതും ജില്ലാ കളക്ടർ പരിശോധിച്ചില്ല. ഈ ഭൂമി ദേവസ്വത്തിന് തിരികെ ലഭിക്കേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ടിലെ 28ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ അവകാശമുണ്ടെന്ന ഹർജിക്കാരന്റെയും ദേവസ്വം കമ്മിറ്റിയുടെയും വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവിട്ടത്. അതേസമയം ക്ഷേത്രത്തിന് ഭൂമി തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ 14 ജില്ലാതല റൗണ്ടുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് അമൃത TV വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ, എറണാകുളം റേഞ്ച് DIG ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS, സിനിമാ താരം ലെന എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഗന്ധർവ ഗാനസഭയുടെ പാനലിസ്റ്റായ ഒരു വ്യക്തിയുടെ പാട്ടാണ് ആദ്യം ഈ രാജ്യം ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് പ്രതിഷേധം വന്നതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഗാനം ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രീലങ്ക റൈറ്റ് ആൻസർ. ദിസ് ഈസ് ശ്രീലങ്ക. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ കരോലിനാണ് ഇത് സബ്മിറ്റ് ചെയ്തത്. കേരളത്തിലുടനീളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളിൽ അറിവ്, വിമർശനാത്മക ചിന്ത, ജിജ്ഞാസ, പ്രശ്നപരിഹാര കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കലാ, സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, പൊതുവിജ്ഞാനം തുടങ്ങി അറിവിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നു ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ്. മലയാള സിനിമയിൽ നമുക്ക് അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങളെ തന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവരുടെ ടീം എ. ആരാണ് ആ വ്യക്തി? ശ്രീനിവാസൻ. കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാതല റൗണ്ടുകൾ നടന്നു. തുടർന്ന് ഓരോ ജില്ലയിൽ നിന്നുമുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെ. ഗ്രാൻഡ് ഫിനാലെയിൽ 32 ജൂനിയർ ടീമുകളും ഒന്നിലധികം റൗണ്ടുകളിലൂടെ യോഗ്യത നേടിയ 32 സബ് ജൂനിയർ ടീമുകളും പങ്കെടുത്തു. ആക്ച്വലി ഫസ്റ്റ് പ്രൈസ് ജയിച്ച ടീമും സെക്കൻഡ് പ്രൈസ് ജയിച്ച ടീമിൻ്റെ വ്യത്യാസം ഇസ് ഗാംബ്ലിംഗ്. ദേ വർ ഗാംബ്ലേഴ്സ്, സോ ദേ മേഡ് ദെയർ വേ അപ്പ്. ഇവർ ശരിക്കും റിസ്ക് എടുത്ത് എല്ലാം ഓൾ ഔട്ട് പോയിട്ടാണ് ജയിച്ചത്. അവർ സ്ട്രാറ്റജിക്കലി വി ഹാവ് ഓൾറെഡി പോയിന്റ്സ്, വി ഷുഡ് നോട്ട് ഗാംബിൾ എന്ന് പറഞ്ഞിട്ട് ദേ മെയിൻറ്റെയിൻഡ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ്
IQ or smartness, because എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഈക്വലി സ്മാർട്ട് ആൻഡ് ബ്രില്യൻ്റ് ആണ്. സബ് ജൂനിയേഴ്സ് വിഭാഗത്തിൽ കോട്ടയം ജില്ലയിലെ ഭവൻസ് മ്യൂണിസിപ്പൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ അഭിരാം എം ആനന്ദ്, ജേക്കബ് എബ്രഹാം കൊച്ചേക്കൻ എന്നിവർ ഒന്നാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലയിലെ SHUPS ചുള്ളിമാനൂരിലെ വിദ്യാർത്ഥികളായ ഈശ്വർ എം വിജയൻ, രജൻ രാജ് ആറൻ എന്നിവർ രണ്ടാം സ്ഥാനവും നേടി. നമ്മുടെ ഇതിലെ ടെൻഷൻ എല്ലാ സമയത്തെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് they are playing, the tension is there in the audience. That is the beautiful game. ഞാൻ ആക്ച്വലി പല ഫോർമാറ്റ്സിലെ ഈ ക്വിസ് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഫോർമാറ്റ് എനിക്ക് ഭയങ്കര ഒരു നല്ല രീതിയിൽ ഒരു ഇംപ്രസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദീസ് ചിൽഡ്രൻ ആർ റിയലി ടാലൻറ്റഡ്. അതിലൊരു കാര്യം, ഇതൊരു ഇൻ്റർനാഷണൽ ക്വിസ് അസോസിയേഷൻ ഈ പ്രോഗ്രാം ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകും. കാരണം ഇപ്പോൾ ഈ റെക്കോർഡിങ് നമ്മുടെ യൂട്യൂബിലേക്ക് ഉണ്ടാകും. അത് ആക്ച്വലി ഇൻ്റർനാഷണലി ആൾക്കാരെ കാണും. സോ നിങ്ങൾ ഈ വിന്നേഴ്സ് എല്ലാവർക്കും നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലെ നമുക്ക് കയറാം. ജൂനിയേഴ്സ് വിഭാഗത്തിൽ തിരുവനന്തപുരം NSS HSS മടവൂരിലെ നവനീത് കൃഷ്ണ US, അനന്തനാരായൺ PJ എന്നിവർ ഒന്നാം സ്ഥാനവും പത്തനംതിട്ട കലഞ്ഞൂർ GHSSലെ നിരഞ്ജൻ V, അനുജിത്ത് എന്നിവർ രണ്ടാം സ്ഥാനവും നേടി. ഞാൻ വയനാട് SP ആയിരുന്നപ്പോൾ സ്നേഹജിൻ്റെ വലിയ ഒരു സർവീസ് അവിടുത്തെ ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു, ക്വിസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ക്വിസിങ് എന്ന് പറയുന്നത് എല്ലാ തലത്തിലേക്കും എത്തിക്കാനായിട്ടുള്ള ഈ ശ്രമം, അതിന് എല്ലാ അപ്രിസിയേഷനും ഞാൻ തരികയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഈ ചാമ്പ്യൻസ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചു സുഹൃത്തുക്കളാണ്. ഇവർ 8 പേരും അവരുടെ ലൈഫിലെ വളരെ വലിയ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആഫ്റ്റർ എ ലോങ് ഫൈറ്റ് ഇൻ ദ സെൻസ്, ക്വിസിങ് എന്ന് പറയുന്നത് ഒരു മത്സരം എന്നതിനപ്പുറം നമ്മളെങ്ങനെ ടൈമിനെയും നമ്മുടെ അറിവിനെയും സ്ട്രാറ്റജൈസ് ചെയ്ത് സക്സസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ക്വിസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കിട്ടുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ സ്ട്രാറ്റജിയും ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. യുവ പഠിതാക്കൾക്കിടയിൽ ഒരു ഊർജ്ജസ്വലമായ ക്വിസിംഗ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പരിപാടി അമൃത TVയിൽ ഉടൻ പ്രക്ഷേപണം ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ. മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അതിനിടെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണ കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ആന്റോ ആന്റണി MPക്ക് 2019 2 കോടി രൂപ നൽകിയതായി NM രാജു വ്യക്തമാക്കിയിരുന്നു. രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശിനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. പക്ഷെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊന്നും തന്നോട് ചോദിച്ചിരുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലിജിൻ, പ്രധാനമായും കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ സോണിയാഗാന്ധിയുമായുള്ള സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ അടൂർ പ്രകാശിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് പോലീസിൻ്റെ മറ്റൊരു വിശദമായ ചോദ്യം ചെയ്യൽ നടന്നത്. അക്കാര്യങ്ങൾ സംബന്ധിച്ച് അടൂർ പ്രകാശ് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ്. അത്തരത്തിലുള്ള ഇടപാടുകളൊന്നും തന്നെ തങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നേരത്തെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ മൊഴിയിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും വിശദമായൊരു ചോദ്യം ചെയ്യലാണ് അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തെ ഇനി വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. കാരണം ഈ ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണമോ വേണ്ടയോ എന്ന കാര്യം അന്വേഷണ സംഘം തീരുമാനിക്കുമെന്നതാണ്. കാരണം പ്രധാനമായും CPM-ൽ അല്ലെങ്കിൽ LDF-ൽ നിന്ന് CPM-ൽ തന്നെ കറങ്ങിത്തിരിഞ്ഞിരുന്ന സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ UDF-ലേക്ക് കൂടി അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം, UDF-ലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അടൂർ പ്രകാശ് വഴിയുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോകും. കാരണം രാഷ്ട്രീയമായി തന്നെ ഇക്കാര്യം കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയമായുള്ള ചേരിപ്പോരുകൾക്ക് ഇടം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ എന്നത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ മറ്റൊരു
UDF നേതാവിൻ്റെ പേര് ഉയർന്നു കേട്ടത് ആന്റോ ആന്റണിയുടെ പേരായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ 2 കോടി രൂപ 2019 നൽകി എന്നുള്ളൊരു വിശദീകരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും EDയും ഇപ്പോൾ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകളാണോ പുറത്തു വരുന്നത്? പ്രധാനമായും ഈ പണം, അതായത് ഈ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിൽ വന്നിട്ടുള്ള പണം എന്ന് പറയുന്നത് തന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തന്ത്രി നൽകിയിട്ടുള്ള 2 കോടി രൂപയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 2 കോടി രൂപയെ സംബന്ധിച്ച് അതും ആ പണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങളൊക്കെയും പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിൻ്റെ ഉടമയായിട്ടുള്ള NM രാജു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് തനിക്ക് തന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്നും പണം താൻ വാങ്ങിയിട്ടില്ല, ലഭിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ആന്റോ ആന്റണി MP-ക്ക് 2019 ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ 2 കോടി രൂപ നൽകി എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കടമായി നൽകിയ 2 കോടി രൂപ ആന്റോ ആന്റണി തിരികെ നൽകിയില്ല എന്ന കാര്യം നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിന്റെ ഉടമയായിട്ടുള്ള NM രാജു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 20 ലക്ഷം രൂപ താൻ പലപ്പോഴായി ചോദിച്ചിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി നൽകിയ വാർത്താ സമ്മേളനത്തിലാണ് തുക കൈപ്പറ്റിയ കാര്യം അദ്ദേഹം പറയുന്നു. എന്നാൽ എത്ര രൂപ കൈപ്പറ്റി എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ആന്റോ ആന്റണിക്ക് ലഭിച്ചിട്ടുള്ള തുക സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ ഇവ ഉപയോഗിച്ചിട്ടുണ്ട്? ശരി രജിത്ത്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ടെസ്റ്റ് ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്യുന്നു. രണ്ടാമത് ഇനി ED ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. വാക്കുകൾ ചുണ്ടിൽ തങ്ങി നിൽക്കുമ്പോഴും ഹൃദയം വേഗത്തിൽ മിടിക്കുന്ന നിമിഷം. ഇഷ്ടമാണെന്ന് പറയാൻ 1000 വട്ടം പരിശീലിച്ചിട്ടും പ്രിയപ്പെട്ടവരുടെ മുന്നിലെത്തുമ്പോൾ എല്ലാം മറന്നു പോകുന്ന മാന്ത്രികത. അതാണ് പ്രപ്പോസ് ഡേയുടെ സവിശേഷത. സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകൾ മായുന്ന, മൗനം വാചാലമാകുന്ന ആ സവിശേഷ ദിനമാണ് ഇന്ന്. പ്രണയത്തിന്റെ ചുവന്ന റോസാപ്പൂക്കൾ കൈമാറിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ആ പ്രണയം തുറന്നു പറയാനുള്ള ആർജവമാണ്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അനുരാഗം വരികളായോ ചെറുപുഞ്ചിരിയായോ പ്രിയപ്പെട്ടവരിലേക്ക് പടരുന്ന ദിനം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഒരായുസ് മുഴുവൻ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന ഹൃദയങ്ങളുടെ ആഘോഷമാണിന്ന്. വാക്കുകൾ കൊണ്ട് പ്രണയം പ്രകടിപ്പിക്കുക എന്നത് ഒരു കലയാണ്. മുട്ടുകുത്തി നിന്ന് ഒരു മോതിരം നീട്ടുമ്പോഴോ വിറയ്ക്കുന്ന ശബ്ദത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴോ അവിടെ പിറക്കുന്നത് പുതിയൊരു ജീവിതമാണ്. ചില പ്രണയങ്ങൾ മൗനമായി തുടരും, മറ്റു ചിലവ സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴിമാറും. പക്ഷേ തുറന്നു പറയപ്പെടാത്ത പ്രണയത്തെക്കാൾ വലിയ നൊമ്പരം മറ്റൊന്നില്ല എന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിരസിക്കപ്പെടുമെന്ന ഭയത്തേക്കാൾ പ്രണയം വെളിപ്പെടുത്തിയതിൻ്റെ ആശ്വാസത്തിനാണ് പ്രപ്പോസ് ഡേയിൽ പ്രാധാന്യം. ഒപ്പം നടക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ കരുതലിനും പ്രണയത്തിനും പുതിയൊരു അധ്യായം കുറിക്കാൻ ഈ പ്രപ്പോസ് ഡേ നിമിത്തമാകട്ടെ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് സോൺ ആരംഭിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏറ്റവും പുതിയതും സമകാലിക ഡിസൈനുകളിലുമുള്ളതുമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ജ്വല്ലറി സോണിൻ്റെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, നടി ദേവിക സഞ്ജയ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആർട്ടിസ്ട്രി ഷോറൂമിനുള്ളിൽ ഒരു സ്വതന്ത്ര ഇൻസ്റ്റോർ സോൺ ആയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളോടുള്ള ഉപഭോക്താക്കളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് ആഭരണങ്ങളുടെ വിശാലമായ ശേഖരം എക്സ്ക്ലൂസീവ് സോണിൽ ഒരുക്കിയിട്ടുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഹെഡ് R. അബ്ദുൾ ജലീൽ, റീജിയണൽ ഹെഡ് സുബൈർ MB, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം ഡിസൈന് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡിസൈൻസാണ് ഉള്ളത്.
മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് സ്റ്റോറിൽ, ഇത്രയും വേൾഡിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ സ്റ്റോറാണ്. ഈ സ്റ്റോറിൽ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഏരിയയിൽ തന്നെ എല്ലാ പ്രോഡക്റ്റും കിട്ടുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കലാശ പോരാട്ടം. 8ാം കിരീടം തേടി കേരളവും സർവീസസുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അസമിലെ ദഖ്വാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതലാണ് മത്സരം. നിലവിലെ ഫോമും മത്സരഫലങ്ങളും പരിശോധിച്ചാൽ കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സപ്പായ കേരളത്തിനാണ് മുൻതൂക്കം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 5-ൽ 3 മത്സരങ്ങളും കേരളം വിജയിച്ചിരുന്നു. ഒരു മത്സരം സമനിലയിലായപ്പോൾ സർവീസസിനോടായിരുന്നു തോൽവി ഏറ്റുവാങ്ങിയത്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. USA 29 റൺസിനാണ് ആതിഥേയർ തോൽപ്പിച്ചത്. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത USA ഇന്ത്യ 9 വിക്കറ്റിന് 161 റൺസിൽ ഒതുക്കിയെങ്കിലും ബാറ്റിംഗിൽ ആ മികവ് പുലർത്താനായില്ല. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എടുക്കാനേ USAക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്ക് മുഹമ്മദ് സിറാജ് 3, ഹർഷ്ദീപ് സിംഗ്, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി.